ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു എന്ന വാർത്ത വരികയാണ്. നിരവധി വാഹനങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. പ്രദീപ് ജോസഫ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. പ്രദീപ്, കാറുകൾ ഉൾപ്പെടെ ബൈക്ക് ഉൾപ്പെടെ മറിച്ചിടുന്നുണ്ട് ആന വിരണ്ടോടുകയായിരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? ക്ഷേത്രോത്സവത്തിന് എത്തിച്ചു എന്ന് നമുക്ക് ആദ്യ വിവരങ്ങൾ വരുന്നുണ്ട്. പിന്നീട് കാട്ടിയ പരാക്രമങ്ങൾ. പ്രജിഷ്, അല്പസമയം മുൻപാണ് സംഭവം. എറണാകുളം തോപ്പുംപടി പള്ളുരുത്തിക്കടുത്ത് ഇടക്കൊച്ചിയിലാണ് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞത്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആനയെ എത്തിച്ചത്. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. 3 കാറുകൾ തകർത്തു. നിരവധി ഇരുചക്ര വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. അതേസമയം ആളുകൾക്ക് ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നാണ് അറിയുന്നത്. അതാണ് ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്. ആന ഇടയായ സാഹചര്യം എന്താണ് എന്നത് വ്യക്തമല്ല. പടക്കം പൊട്ടിക്കുകയോ മറ്റോ ചെയ്തപ്പോഴാണോ അതോ മറ്റെന്തെങ്കിലും സ്വാഭാവികമായ മറ്റു കാരണങ്ങൾ കൊണ്ട് ഇടിഞ്ഞതാണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഇടിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ, ഏതാനും വാഹനങ്ങൾ തകർന്നു കഴിഞ്ഞപ്പോൾ ആനയെ തളയ്ക്കാൻ സാധിച്ചു എന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. എന്നാൽ പൂർണ്ണമായ തോതിൽ ആനയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആനപ്പാപ്പാനെ കുറിച്ചോ മറ്റാളുകളെ കുറിച്ചോ ഒന്നും തന്നെ വിവരമില്ല. അതേസമയം ആനയെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുത്ത് ക്ഷീണമുണ്ടായിരുന്നോ, മതപ്പാടുണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പോലീസ്, ഫയർഫോഴ്സ് ഒക്കെ സ്ഥലത്തുണ്ട്, നാട്ടുകാരുണ്ട്. നാട്ടുകാർ ആദ്യം ബഹളം കൂട്ടി ആനയെ മറ്റ് സ്ഥലത്തേക്കൊക്കെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. എങ്കിലും അത് വിജയിച്ചില്ല. ആന തിരികെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയായിരുന്നു. ഇതിനിടയിലാണ് ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഒക്കെ തകർത്തത്. കാറുകൾ തകർത്ത് മാറ്റിയിട്ട്, അതായത് റോഡിൻ്റെ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ മറ്റൊരു കോണിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യവും. നിലവിൽ കൂടുതൽ പോലീസും ഒക്കെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കാരണം ആളുകളെ നിയന്ത്രിക്കുന്നതിനും മറ്റും വേണ്ടി. അതേസമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വന്നിരുന്ന ഒന്നാണോ, അതിന് ക്ഷീണമുണ്ടായിരുന്നോ? കാരണം നേരത്തെ മലബാർ മേഖലയിലും മറ്റും ഇത്തരത്തിൽ ആന ഇടിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. വിശ്രമമില്ലാതെയുള്ള അലച്ചിൽ അത്തരം കാര്യങ്ങളാണോ, ഇത്തരത്തിൽ ആനകൾ പ്രകോപിതരാകുന്നതിന് പിന്നിലെന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആന ഇടയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. പ്രദീപ്, ഒരുപാട് ആളുകൾ ഉള്ള സമയമായിരുന്നുവോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനയ്ക്ക് അങ്ങനെയെങ്കിൽ നേരത്തെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ അവസ്ഥകളോ ഉള്ള ആനയാണോ? അങ്ങനെയെങ്കിൽ ഫിറ്റ്നസ് ലഭിച്ചത് എങ്ങനെ? കാര്യമായ രീതിയിൽ നമുക്കറിയാം ഇപ്പോൾ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ, അതിനുശേഷം വന്ന മാർഗരേഖകൾ, നിലവിലെ മാർഗരേഖകൾ കുറച്ചുകൂടി കർശനമാകുന്നു. ഇത്തരം എഴുന്നള്ളിപ്പുകളിൽ ആനകളെ എത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിബന്ധനകൾ ഇതൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കപ്പെടേണ്ടതാണല്ലേ? തീർച്ചയായും ഇത്തരമൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടും. അതേസമയം നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രൗണ്ടിലാണ് ഈ ആന നിൽക്കുന്നത്. ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടേക്ക് പെട്ടെന്ന് കടന്നു പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചു എങ്കിൽ തന്നെ ആ ആളുകൾ ബഹളമുണ്ടാക്കിയ സ്ഥലത്തേക്ക് തന്നെ പലപ്പോഴും ആന വരുന്നത് കാണാൻ സാധിക്കും. പിന്തിരിഞ്ഞ് ഓടാൻ അത് കൂട്ടാക്കിയിട്ടില്ല. അതേസമയം ആനയുടെ പാപ്പാൻ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ പൂർണ്ണമായും ഈ ആനയെ നിയന്ത്രിക്കാൻ പാപ്പാനും കഴിഞ്ഞിട്ടില്ല. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ആന എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്? ഒരുപക്ഷെ കനത്ത ചൂടുണ്ട്, അതിൻ്റെയാണോ? അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രോഗങ്ങളോ മതപ്പാടോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിരന്തരമായുള്ള അധ്വാനം അതുമൂലമാണോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി കൂടുതൽ വിശദമായ അന്വേഷണം നടത്തേണ്ടി വരും. കൂടാതെ ഇത്തരത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് അല്ലെങ്കിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നോ, അനുമതികൾ ഉണ്ടായിരുന്നോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായിരുന്നാലും അത്തരം കാര്യങ്ങളിൽ എല്ലാം പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ വൈകാതെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. നമുക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടോ അവരൊക്കെയുള്ള കാര്യങ്ങളിലേക്കുള്ള അറിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഈ വാഹനങ്ങൾ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കൂട്ടം എന്തായാലും അവിടെ കാണാനില്ല. പക്ഷേ ആൾക്കൂട്ടം ഇങ്ങനെ ഇത്തരത്തിൽ ശബ്ദങ്ങളൊക്കെ ഉയർത്തുമ്പോൾ ആന പരിഭ്രാന്തി പൂണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, വാഹനങ്ങളൊക്കെ തകർക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വാഹനങ്ങൾ ഇത്തരത്തിൽ തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാർ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കാർ ഉൾപ്പെടെ തകർന്നു കിടക്കുന്നതായി. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 കാറുകൾ മാത്രം തകർന്നിട്ടുണ്ട്. നിരവധി ഇരുചക്ര വാഹനങ്ങൾക്കും തകരാറുണ്ടായിട്ടുണ്ട്. കാറുകളിൽ ചിലത്
ആന കുത്തി മറിച്ചിടുന്നുണ്ട്, മറ്റു ചിലത് എടുത്ത് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടുത്ത് മാറ്റിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെട്ട് കുത്തിമറിച്ചിടുന്നതും അത്തരം ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. കൃത്യമായി എത്ര വാഹനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം ആന ഇരുചക്ര വാഹനങ്ങൾ കുത്തിമറിച്ചിടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കണക്ക് ലഭിക്കാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം ആനയെ നിയന്ത്രിച്ച് മാറ്റുക എന്നുള്ളതിനാണല്ലോ ഇപ്പോൾ പ്രധാനം. എന്തായാലും ഈ ആളപായം ഒന്നും സംഭവിച്ചില്ല. അതൊരു പക്ഷേ ആ ഒരു സാഹചര്യം കൊണ്ടായിരുന്നിരിക്കണം. ഈ ഗ്രൗണ്ടിലോ മറ്റാളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു ഭാഗ്യമായി അല്ലേ പ്രദീപ്? തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഗ്രൗണ്ടിൽ അധികം ആളുകൾ ഒന്നും തന്നെയില്ല. അതുതന്നെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് എന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല ഈ ആന ഇഴഞ്ഞതിന് സമീപത്ത് കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായവരോ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിന്നിരുന്നത്. അവർ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ ആനയുടെ ചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വനം വകുപ്പ് ഉൾപ്പെടെ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഇപ്പോൾ സമീപകാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത്തരമൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ആളുകൾക്കാർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. എന്നാൽ വലിയ തിക്കോ തിരക്കോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് കൂടുതൽ ദുരനുഭവങ്ങൾ ഒന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകാതിരുന്നത്. ആനയെ ആദ്യഘട്ടത്തിൽ നിയന്ത്രിക്കാൻ അവിടെ കൂടിയിരുന്ന ആളുകൾ ശ്രമിച്ചുവെങ്കിലും അത് പൂർണ്ണമായ തോതിൽ വിജയിക്കാനായിട്ടില്ല. ഒരു വേള അതിനെ നിയന്ത്രിച്ചു എന്ന് കരുതിയതാണ്, പക്ഷേ പൂർണ്ണമായും നിയന്ത്രണത്തിൽ വന്നിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇതുവരെയും തളയ്ക്കാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഇതുവരെയും ആനയെ തളയ്ക്കാനായിട്ടില്ല. പൂർണ്ണമായും തളയ്ക്കാനായിട്ടില്ല എന്നാണ്. ഏതായാലും അല്പസമയം മുൻപ് വരെ പൂർണ്ണമായും തളയ്ക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്ന് എന്തൊക്കെ ചടങ്ങുകളാണ് ഈ ആനയെ ഉപയോഗിച്ച് ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് കൊണ്ടുവന്നിരുന്നത്, അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു വ്യക്തത കൈവരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിലവിലെ ഒരു സാഹചര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികളുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ശരി പ്രദീപ്, എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രദീപിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രദീപ് ഈ പറഞ്ഞ രീതിയിൽ കാരണം കുത്തിമറിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആന കാറുകൾ 3ഓളം കാറുകൾ തകർത്തിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ മാറ്റി കുത്തിമറിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. പരിഭ്രാന്തി ഉള്ള സാഹചര്യത്തിൽ അവിടേക്കൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ആളുകളൊക്കെ ഈ ഭാഗത്തില്ല എങ്കിൽ കൂടിയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം സമയമാണല്ലോ, ഇപ്പോൾ ആളുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇതുവരെയും തളയ്ക്കാനായിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും അങ്ങനെ ആശങ്കയുണ്ടോ? അങ്ങനെ ജാഗ്രത എത്രത്തോളം എടുക്കുന്നുണ്ട്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തുണ്ടോ? സ്ഥലത്തേക്ക് വന്നോ? ഈ വിവരമറിഞ്ഞ് ഏറ്റവും ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ ഈ ആനയെ തിരിച്ചോടിക്കാൻ അല്ലെങ്കിൽ ജനസാന്ദ്രതയുള്ള പ്രദേശത്തേക്ക് കടക്കാതെ തിരിച്ചോടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാറായില്ല. കാരണം ആളുകളുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചിലപ്പോൾ ആന തിരിഞ്ഞു നിൽക്കുന്നത് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടില്ല. എന്നാൽ അപകടകരമായ ഒരു സാഹചര്യം പിന്നിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു കൃത്യത അല്പം കൂടി കൈവരേണ്ടതുണ്ട്. വാഹനങ്ങളും മറ്റും കുത്തിമറിക്കുന്നത് കണ്ടതോടുകൂടി ആളുകൾ ഏറെ പരിഭ്രാന്തരായി. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാറുകൾ കുത്തിമറിക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ വലിച്ച് നീക്കിയിടാനാണ് ഈ ആന ആദ്യം ശ്രമിച്ചത്. അത് നടക്കാതെ വന്നപ്പോഴാണ് ചിലത് കുത്തിമറിച്ചിടുകയും ചിലത് ദൂരേക്കെടുത്ത് മാറ്റിവെക്കുകയും, അതായത് തള്ളി നിരക്കിക്കൊണ്ടുപോയി അപ്പുറത്തേക്ക് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇരുചക്ര വാഹനങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ഇടുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ആനയെ ഇവിടെ കൊണ്ടുവരുന്നതിന് വനംവകുപ്പിന്റെയും മറ്റും അനുമതി ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി? പ്രദീപ്, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആന വാഹനം കുത്തി മറിക്കുകയാണ്. തീർത്തും പരിഭ്രാന്തി പടർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആ സമയത്ത് ആന പെരുമാറിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കൂ. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു വാഹനമുണ്ട്, ആ വാഹനമാണ് ആന കുത്തിമറിക്കുന്നത്. അങ്ങനെ ഇതുപോലെ അവിടെ കിടന്ന കാറുകളൊക്കെ തന്നെ കുത്തിമറിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വല്ലാത്തൊരു പരാക്രമം ആ ഗ്രൗണ്ടിൽ, ആ മൈതാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഇതുവരെയും എന്ന് പറയുമ്പോൾ നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ അല്പസമയം മുമ്പ് വരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വൈകുന്നേരമാണ് ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ഭക്തരൊക്കെ ദീപാരാധന സമയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പരിസരത്തോടു കൂടിയൊക്കെയാണോ പോകുന്നത്, അതല്ല അപ്പുറത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു കവാടമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ കൂടുതൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും മറ്റ് ആളപായം ഒന്നുമില്ല എന്നത് അറിയുന്നത് വലിയ ഭാഗ്യം. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.